ഫ്രണ്ട്സ്, കുറേ നാളായി നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ആഗ്രഹം വന്നു, ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കണമെന്നുള്ളത്. എല്ലായിടത്തും ഷവായിയും ഷവർമയും അതും ഇതും ഒക്കെ ഉള്ളൂ. നമ്മളൊന്ന് വ്യത്യസ്തമായിട്ടൊരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ KFC ആണ്. KFCയിലെ അമ്മാവനാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് KFC സ്റ്റൈലിലൊന്നുമല്ല, നമ്മളുടേതായ രീതിയിൽ പല യൂട്യൂബ് വീഡിയോസ് കണ്ടു തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങളെയും തീർച്ചയായിട്ടും കാണിച്ചിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കി എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നും എൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എന്തായാലും അപ്പോൾ ആദ്യം ചിക്കൻ എടുത്തൊന്ന് ഫ്രൈ ചെയ്യാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം അവനെ ഒന്ന് കഴുകിയെടുക്കാം. നമുക്ക് നന്നായിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. നിങ്ങൾക്ക് ഇത്തിരി കുറച്ച് മഞ്ഞപ്പൊടിയോ ഉപ്പോ ഒക്കെ ചേർത്ത വെള്ളം എടുത്ത് കഴുകുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതിനകത്തുള്ള എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ കഴുകിയാലും മതി. ഇതുപോലെയുള്ള അഴുക്കുകളൊക്കെ എടുത്ത് മാറ്റണം. അതുപോലെ ഇതിൻ്റെ പുറത്ത് പിടിച്ചിരിക്കുന്ന തൊലിയും ഇങ്ങനെയൊക്കെ എടുത്ത് കഴുകണം. വീണ്ടും വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ഒന്ന് കഴുകാം. ഇപ്പോൾ കണ്ടോ, നേരത്തെ അത്ര അഴുക്കില്ല വെള്ളത്തിനകത്ത്. നല്ല തെളിഞ്ഞ വെള്ളമായുണ്ട്, അഴുക്കൊക്കെ കുറേ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കത്തിക്ക്. നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കും. പാകമൊക്കെ നന്നായിട്ട് വേവാനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്നുള്ള ഒരു മിശ്രിതം തയ്യാറാക്കാം. മിശ്രിതം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മൈദപ്പൊടിയാണ്. ഞാനിപ്പോൾ 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1/2 കിലോ മൈദ മാവ്, അതുപോലെ ഒരു 200 ഗ്രാം കോൺഫ്ലവർ, അതുപോലെ ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിപ്പം ആദ്യം ഇത്രേ ചേർക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഒരു ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ആദ്യമേ കൂടുതൽ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാല എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഈ പൗഡറിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. എന്താ ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കനെ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ എല്ലാം ഒരുമിച്ച് ഇതിനകത്ത് ഇട്ട് ഇതിന് ഈ ഒരു പൗഡർ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പുരളത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗവും ഈ പൗഡർ കൊണ്ട് നിറയണം, പൗഡർ പറ്റണം. ആ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ പൗഡറിൽ ചേർത്തിട്ടുള്ളതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. ചിലർ ചിക്കൻ മസാല ചേർക്കത്തില്ല. ചിക്കൻ മസാല ചേർത്താൽ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് സ്പൈസി വേണമെന്നുള്ളതുകൊണ്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇനി ഞാൻ ചേർക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്, ഗാർലിക് പേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയുടെ പേസ്റ്റും കുറച്ച് ഇതിനകത്ത് ചേർക്കണം. ഇത്രയും അളവിൽ. ഇതിപ്പോൾ 3 കിലോയുടെ അളവിനാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തൊരു 6 മുട്ട ചേർക്കണം. 1 കിലോയ്ക്ക് 2 മുട്ട എന്ന കണക്കിനാണ് ചേർക്കുന്നത്. ഞാനിവിടെ 3 കിലോ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 6 മുട്ട കൂടെ ചേർത്ത് ഇതിന് മുകളിൽ ആ വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി പേസ്റ്റും ചേർത്ത് മിക്സ് ചെയ്യാം. ചെറിയ ഉള്ളി പേസ്റ്റ് എന്തായാലും നിങ്ങൾ ചേർക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്കറിയാമല്ലോ, ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോഴായാലും ചെറിയ ഉള്ളി കൂടെ ചേർക്കുകയാണെങ്കിൽ ആ കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റിനൊരു നല്ലൊരു വ്യത്യാസം, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതുപോലെ ഇളക്കി നന്നായിട്ട് ഇളക്കി ഈ മസാല മൊത്തത്തിൽ പിടിക്കണം. ഇനി നമുക്കൊരു 3 ചെറിയ നാരങ്ങ ചേർത്ത് കൊടുക്കാം. അതായത് 1 കിലോയ്ക്ക് 1 നാരങ്ങ എന്ന കണക്കിൽ ചെറിയ നാരങ്ങ 3 എണ്ണം പിഴിഞ്ഞതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 നാരങ്ങ, ചെറുനാരങ്ങ നമുക്ക് എല്ലായിടത്തും കിട്ടുന്നതാണല്ലോ. നാരങ്ങ ഒഴിച്ചാൽ അപ്പോൾ അതിനൊരു ഇത് കിട്ടും.
ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ അടച്ച് ഇതിനെ ഒന്ന് വച്ചേക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അരമണിക്കൂറെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് 1 മണിക്കൂറായി. ഇനി നമുക്ക് ഇവനെ ഒന്ന് നോക്കാം, ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഔട്ട്ഡോറിൽ കുക്ക് ചെയ്യാനാണ് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ രാത്രിയായിപ്പോയി, അതുകൊണ്ട് ഔട്ട്ഡോർ കുക്കിംഗ് നടക്കത്തില്ല. അപ്പോൾ നമുക്ക് അടുക്കളയിൽ വെച്ച് തന്നെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്തായാലും ഇവനെ ഒന്ന് നോക്കാം. ഇനി ഇവനിൽ ചെറിയ പരിപാടികളൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് വെച്ചുകൂടെ ഇവനെ ഒന്ന് മുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഓട്സും കൂടെ 450 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് വാങ്ങിയായിരുന്നു. ഒന്ന് മതിയാവുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചിട്ടിട്ട് ഇതിനെ ഒന്ന് ഓട്സ് പുരട്ടിയെടുക്കണം. ഇതിനകത്ത് നമ്മൾ ഓരോ പീസായിട്ട് എടുത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഓട്സ് പിടിക്കത്തക്ക രീതിയിൽ ഇവനെ ഒന്ന് മുക്കിയെടുക്കണം. കാരണം ഓട്സ് ഉണ്ടെങ്കിൽ ആ ക്രിസ്പി ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ ഓട്സും നല്ലതാണല്ലോ ശരീരത്തിന്. ഓട്സിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മുക്കിയെടുക്കണം. നമുക്ക് ഒരു ടൈമിൽ എത്ര എണ്ണ ഇടാൻ പറ്റുമോ അത്രയും ആദ്യം ഒന്ന് മുക്കി വയ്ക്കണം. കാരണം നമ്മൾ ഓരോന്ന് മുക്കി ഇടാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കുക്ക് ചെയ്യുന്ന ടൈമിങ്ങിൽ കുറച്ച് വ്യത്യാസം വരും. അതുകൊണ്ട് ഇപ്പോൾ 4 പീസോ 5 പീസോ എത്ര പീസാണോ ഇടാൻ പറ്റുന്നത് അത്രയും പീസ് ഇടുക. എല്ലാ ഭാഗത്തും പിടിക്കണം കേട്ടോ. നമ്മൾ മസാല പിടിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ 4 വശത്തും എല്ലാ ഭാഗത്തും ഓട്സ് നന്നായിട്ട് പറ്റത്തക്ക രീതിയിൽ തന്നെ ഇതിനെ മുക്കിയെടുക്കണം. നമ്മൾ കുറച്ച് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനെ ഒന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓട്സിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എണ്ണ ചൂടാക്കാം. ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇടാം. ഫ്രണ്ട്സ്, ഞാനിവിടെ ഗോൾഡ് വിന്നറിൻ്റെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്സ്, ആദ്യം പ്രാവശ്യം നമ്മൾ ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. അപ്പോൾ എണ്ണ തിളച്ചോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും വെറുതെ ചെറിയൊരു പീസ് ഇട്ട് നോക്കാം. കുറച്ചുകൂടെ തിളയ്ക്കാനുണ്ട്. തിളച്ചതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇട്ടാൽ മതിയാവും. കാരണം തിളയ്ക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഫ്രൈ ആവത്തില്ല. നല്ല ഒരു രീതിയിൽ ഫ്രൈ ആയി എണ്ണ കൂടുതൽ പിടിക്കാത്ത രീതിയിൽ ഫ്രൈ ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്രിസ്പി എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഇതിനെ എടുത്തിടാം. ഇതിനകത്ത് എടുത്തിടാം. ഒന്ന് മുക്കി, ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് എടുത്തിടാം. ഫ്രണ്ട്സ്, ഇനി കുറച്ച് തീ കുറയ്ക്കാം. ചെറിയ തീയിൽ നന്നായിട്ട് ഫ്രൈ ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് ലഭിക്കത്തുള്ളൂ. നന്നായിട്ട് ഫ്രൈയും ആവത്തുള്ളൂ. അപ്പോൾ തീ കുറച്ചിട്ടുണ്ട്. ഇനി ആ ചെറിയ തീയിൽ കിടന്ന് കുറച്ച് തിളക്കട്ടെ. അതുപോലെ ഫുള്ള് മുങ്ങുന്നില്ലെങ്കിൽ കുറച്ച് എണ്ണ കോരി നമുക്ക് ഇതിൻ്റെ പുറത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇതിനെ തിരിച്ചു വിട്ട് കൊടുക്കണം. എന്നാലും നമ്മൾ കുറച്ച് എണ്ണ കോരി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. ചൂടെണ്ണയാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് വേവും. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ മൂക്കാനുണ്ട്. ഇത് ഗോൾഡ് കളറായി കഴിഞ്ഞാൽ നമുക്കിതിനെ കോരാം. ചെറിയ തീയിലായതുകൊണ്ട് കുറച്ച് നേരം അടച്ചു വെച്ചാലും കുഴപ്പമില്ല. അപ്പം പെട്ടെന്നത് ഫ്രൈ ആയി കിട്ടും. അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുകൊണ്ട് ഒരു പാത്രം വെച്ച് ഇതിനെ അടയ്ക്കണം. ഇനി എല്ലാത്തിനെയും ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളറായി കഴിഞ്ഞാൽ തിരിച്ചിടാം. ബാക്കി അപ്പുറത്തെ സൈഡ് വേവുമ്പോൾ തന്നെ മൊത്തത്തിലൊന്ന് വെന്തോളും. അപ്പോൾ ഇതുപോലെ ഇടുക. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ നമ്മുടേത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിനെ കോരാം.
അപ്പോൾ ഇനി അതുപോലെ ഇതായിരുന്നു മെത്തേഡ്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ KFC ചിക്കൻ പോലെയുള്ള നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ ആദ്യമായിട്ട് ഞാൻ റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ അതുപോലെ നമ്മൾ മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കെച്ചപ്പും ഉണ്ട്. അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, സംഭവം കിടുവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഉണ്ണി കഴിച്ചു നോക്കിയണ്ട അങ്ങനെയുണ്ടോ നോക്കിയേ, പൊളിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നന്നായിട്ട് ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇനി അടുത്തിടുന്ന ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.